മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം കഴിച്ചാലോ ഇന്ന്. അപ്പോൾ നമ്മളിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചു, ഒരു ചെറിയൊരു ബൗള്. അതിലേക്ക് നമുക്ക് തണുത്ത ചോറ്, ഇന്നലെ ഉണ്ടാക്കി വെച്ച ചോറ്, ഇനി ഇവിടുത്തെ കുറേ ഉപ്പിലിട്ട സാധനങ്ങൾ, തണുത്ത തൈര് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൂജയിൽ നിന്നും തണുത്ത കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്താണെന്നുള്ളത്. അതിലേക്ക് അല്പം ചമ്മന്തി, പയറുതോരന്, ചാമ്പയ്ക്ക ഉപ്പിലിട്ടത്, നമ്മുടെ ചീമപ്പുളി ഉപ്പിലിട്ടത്, കണ്ണിമാങ്ങ അച്ചാർ, അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കടുമാങ്ങയെന്നും പറയും ഇതിന്. ഇനി നമുക്ക് ഇവിടെ വലിയ മാങ്ങയുണ്ട്, പക്ഷേ ചെറിയ മാങ്ങ എടുത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഇനി നല്ല തണുത്ത കട്ട തൈര് അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. പിന്നെ പഴങ്കഞ്ഞിക്ക് നമുക്ക് കാന്താരി ഇല്ലാതെ എന്ത്. ഇന്നലെ ഉണ്ടാക്കി ഫ്രിഡ്ജിലാക്കി വെച്ചിരുന്ന തണുത്ത മീൻകറി, നല്ല കുടംപുളി ഇട്ട മത്തിക്കറി. അപ്പം ഇതൊക്കെ കൂട്ടി നമ്മുടെ ഈ പഴങ്കഞ്ഞി അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ, എത്ര സ്വാദാണെന്നറിയാമോ. ഈ കാന്താരിയൊക്കെ അങ്ങോട്ട് ഇതുപോലെ ഉടച്ച് തൈരിലേക്ക് ചേർത്ത് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് ശകലം മീൻകറി ചാറും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി കഴിച്ചാൽ അയ്യോ എന്താണൊരു ടേസ്റ്റ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക.